ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? നമ്മളിന്ന് ഫർസോടെ വീട്ടിൽ എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ചൊരു മീറ്റപ്പ് പോലെ ഒരു സംഭവം സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതിൽ 2 പേരില്ല, പാത്തുവും മൂസും ഇല്ല. അവർ രണ്ടുപേരും 2 കാരണങ്ങളിൽ ആ വീട്ടിൽ തന്നെയാണ്. അതിൻ്റെ ഒരു കുറവ് ഇതിലുണ്ട്. എന്നാലും നമുക്കാവുന്നത് നമ്മളത് കൊളമാക്കിയിട്ടുണ്ട് നമ്മളൊരു ദിവസം. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഉച്ചര ആയിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, എന്തായിരുന്നു യൂട്യൂബർ വീഡിയോ എടുത്ത് അങ്ങനെ വീഡിയോ എടുത്ത് വന്നുകൊണ്ടാണ് ലേറ്റ് ആയതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഉമ്മ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടൈപ്പ് ഓഫ് തോരൻ കാണുന്നത്. കാര്യം അത്രയും തോരനായിരുന്നു. ഉള്ളിത്തോരൻ, വെണ്ടയ്ക്ക തോരൻ, അങ്ങനെ സംതിങ് ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നല്ല വയറ് വെക്കുക, നല്ല മനസ്സറിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളാണ് ആദൂസ്. ഇവളൊരു ഇൻട്രോവേർട്ടാണ്. ഇവൾ ആരടുത്തും വരത്തില്ല. ഞാൻ എന്നൊക്കെ ഈ വീട്ടിൽ വരുമോ, ഞാൻ പോയതിന് ശേഷം അവൾ വീട്ടിനകത്ത്. അവളെ കണ്ണ് കണ്ടോ, നല്ല 2 കളറാണ് അവളെ കണ്ണ്. അങ്ങനെ നമ്മൾ കഴിച്ചതിന് ശേഷമുള്ള മേശപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളവളിങ്ങനെ ട്രോളുമായിരുന്നു. നീ ഇതൊക്കെ ചെയ്യുമല്ലേ, കാണിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കളിയൊക്കെ ഇന്നപ്പോഴത്തേക്ക് ഇവൾ പറഞ്ഞു ഇവളുടെ വീടിൻ്റെ അടുത്തൊരു കടവുണ്ട് കേസ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ചാരി വെച്ചിരിക്കുന്നു. ഇവർ ബാക്കിൽ ഇരിക്കുന്ന കാര്യം മറന്നിട്ട് നാദിയുടെ വീട്ടിൽ ഇറങ്ങി. നാദി എന്ന് പറയുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അവളെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മളെ അവൾക്ക് പരിചയപ്പെടുത്താൻ പോയി. എനിക്കറിയാം ഇവരെ കാണിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെയും പൂച്ച ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവുക. അങ്ങനെ ഒരു നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് അവിടെ കടവിലെത്തി. അപ്പോൾ കടവിൽ കുറച്ച് ഫാമിലീസൊക്കെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആദ്യം ഞാൻ വന്ന സമയത്ത് തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമായിരുന്നു. കാര്യം നല്ല ഭംഗിയുണ്ടായിരുന്നു, കാണാൻ നല്ല ഇതായിട്ടിരിക്കുന്നു. അപ്പം മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി ഇങ്ങനെ ഇരുന്ന സമയത്ത് അങ്ങ് ദൂരെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മഴക്കോളിങ്ങനെ വന്ന് കയറായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് വാ നമുക്ക് പോവാം, മഴ നനഞ്ഞ് വെറുതെ കുളമാവണ്ടെന്ന് പറഞ്ഞു. എവളാണെങ്കിൽ ഒരു വിധത്തിൽ പോകാൻ പറ്റത്തില്ല. ഇവൾക്ക് അവിടെ ഇങ്ങനെ ഇരുന്നാൽ അത്ര സന്തോഷം. ചെറിയ ചാറ്റൽ മഴ തുടങ്ങി, അത് പിന്നെ പെരുമഴയായി. എല്ലാ എണ്ണവും നനഞ്ഞ് കുളിച്ചതാ കോലം കണ്ട. നനഞ്ഞ് കുളിച്ച് മനുഷ്യൻ വെപ്രാളം പിടിച്ച് വന്നപ്പോൾ അതാ വഴിയിൽ കുറേ പശു. എനിക്കാണെങ്കിൽ പശു വന്നാൽ വണ്ടി മുമ്പോട്ട് നീങ്ങത്തില്ല. പിന്നെ ഒരുവിധം എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയപ്പോൾ അതാ ഫർസും എല്ലാവരെയും ഹെയർ ഡ്രയർ ഇട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡ്രസ്സ്. അങ്ങനെ പിന്നെ കട്ടനൊക്കെ കുടിച്ച് അതിന് ശേഷം ഇവള് പോയി. അതിനുശേഷം അവളെ കൊണ്ടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലിയായും പോയി. അങ്ങനെ അവരെല്ലാം പോയപ്പോൾ പെട്ടെന്ന് വീട് ഉറങ്ങിയടി എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ സങ്കടപ്പെട്ടു ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ ഇറങ്ങി. അവളാണെങ്കിൽ ഒരു വിധത്തിൽ റെയിൻകോട്ട് ഇടല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ റെയിൻകോട്ടും തന്നു വിട്ട് ദൈവമേ, എനിക്കാണെങ്കിൽ എന്തോ വെയിറ്റ് എടുത്ത് വെച്ച പാവമായിരുന്നു. ഞാനിങ്ങനെ വഴിനീളെ വന്നപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്ന കാര്യം അവിടെ നിന്ന് എത്തുന്ന വരെ കൊട്ട വെയിലായിരുന്നു. ഞാൻ എന്തിനീ റെയിൻകോട്ട് എടുത്തിട്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ വന്ന വഴിക്ക് റെയിൻകോട്ട് ഊരി മാറ്റി വല്ല വിധേനയും വീട്ടിലെത്തി. അപ്പോൾ ബൈ ഗായ്സ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണേ.